Hello and welcome to your crash course. അപ്പോൾ നിങ്ങൾ എക്സാമിൻ്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് വേണ്ടി ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. നിങ്ങളത് മൊത്തമായിട്ടും കാണണം. കാരണം നിങ്ങൾക്ക് ഈ വർഷത്തെ ക്രാഷ് കോഴ്സിൽ ഫുൾ മാർക്ക് മേടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ എങ്ങനെ ടൈം സെൻസിറ്റീവായിട്ട് പ്രോപ്പറായിട്ട് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾ PYQ, നോട്ട്സ്, ലൈവ്, അത് ബുക്ക്, ക്വസ്റ്റ്യൻ ബാങ്ക് എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂഷനാണ്. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസും കിട്ടും. ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ടേ നിങ്ങൾ ബാച്ചിലെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം, കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയണം എന്ത് കാണണം എന്ത് കാണേണ്ട സ്മാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് കാര്യം നിങ്ങൾക്ക് 1 ഷോർട്ട് റെക്കോർഡ് ക്ലാസ് ഉണ്ട്. എല്ലാ ചാപ്റ്ററിൻ്റെയും 1 ഷോർട്ട് റെക്കോർഡ് ക്ലാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മാത്സിൻ്റെ ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 to 3 to 4 hours. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ദ വെൽപ്പ് ഓഫ് ദ ചാപ്റ്റർ നിങ്ങൾക്ക് 1 ഷോർട്ടായിട്ട് മൊത്തം ചാപ്റ്റർ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഞാൻ എടുത്തു തന്നിട്ടുണ്ടാവും. ഇനി മനസ്സിലാക്കേണ്ടത് അത് നിങ്ങൾ കാണണമെന്നുള്ള തീരുമാനം നിങ്ങൾ അതിൻ്റെ നോട്ട്സ് നോക്കാം. ഓക്കെ, നിങ്ങളത് വാച്ച് സെലക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് ചാപ്റ്റർ മിക്കവർക്കും അറിയായിരിക്കും, പക്ഷേ അവസാനത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അവസാനത്തെ ചാപ്റ്റേഴ്സൊക്കെ എന്താണെങ്കിലും കാണേണ്ടി വരും. ഫസ്റ്റ് ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ അതിൻ്റെ നോട്ട്സ് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ സൈഡിൽ വീഡിയോ വരുന്നുണ്ടാവും, എവിടെയാണ് ഇത് കിട്ടുക ആൻഡ് അതിൻ്റെ നോട്ട്സ് എവിടെയാണ് കിട്ടാമെന്ന് കാണാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ നോട്ട്സിൽ കൂടെ ഒക്കെ സ്ക്രോൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഫോർമുലയും കാര്യങ്ങളൊക്കെ അറിയുമെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിനി ആ ഫോർമുല അല്ലെ ആ നോട്ട്സിൽ എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ മനസ്സിലായില്ലെങ്കിൽ ആ ഭാഗം മാത്രം കാണാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ മുതൽ എല്ലാ 1 ഷോട്ടും കാണാൻ നിൽക്കരുത്. വെരി ടൈം കൺസ്യൂമിങ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റർ ആവശ്യമുള്ള ഭാഗങ്ങൾ നോക്കി 1 ഷോട്ട് കാണാം. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ മക്കൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ടൈം ടേബിളിനോ അല്ലെങ്കിൽ ലിങ്കിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലും വാട്സാപ്പ് ചാനലിലും ജോയിൻ ചെയ്യണം. ഓക്കെ, വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലും വാട്സാപ്പ് ചാനലിലും ജോയിൻ ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തൊരു നമ്പർ ഉണ്ടാവും, വാട്സാപ്പിൽ അഡ്മിഷനിൽ കോൺടാക്ട് ചെയ്തൊരു നമ്പർ ഉണ്ടാകും, അവരോട് ചോദിച്ചാൽ മതി, അവരെല്ലാം അതിന് ഹെൽപ്പ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ആവശ്യം നോക്കിയിട്ട് ഓരോ ക്ലാസ്സിലും ഓരോ ചാപ്റ്ററിൻ്റെ 1 ഷോട്ട് റെക്കോർഡ് ക്ലാസ് കാണാം. ഓക്കെ, ആവശ്യത്തിന് നോക്കിയാൽ നോട്ട്സ് വെച്ച് ചെക്ക് ചെയ്യാം. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ PYQ വീഡിയോ സൊല്യൂഷൻ, അപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ ഇപ്പോൾ കാണാൻ പറ്റും PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ വീഡിയോ സൊല്യൂഷൻ ഉണ്ട്. വീണ്ടും മക്കളെ എല്ലാ വീഡിയോ സൊല്യൂഷനും കണ്ട സമയങ്ങളോ മണിക്കൂറുകളുടെ ക്ലാസ് ആയിരിക്കും. അത് കാണണം നിർബന്ധമില്ല, അതും വാച്ച് സെലക്റ്റീവ്ലി. ഫോർ എക്സാമ്പിൾ ഞാൻ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും കുറച്ച് പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് സിമ്പിളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ നോട്ട്സ് എടുക്കുക, നോട്ട്സ് എടുത്തിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, നോട്ട്സ് എടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുക. എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ വെറുതെ നോക്കി ചെയ്യരുത്, നിങ്ങളൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക. അറിയെങ്കിൽ കുഴപ്പമില്ല. അടുത്തത് അപ്പോൾ നോട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് മാക്സിമം സമയം ലാഭിക്കാം. 4 മണിക്കൂറിൽ അലൻ സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ ചിലപ്പോൾ ചെയ്തു തരുമ്പോൾ 10 മണിക്കൂർ എടുക്കും. പക്ഷേ നിങ്ങൾ നോട്ട്സ് വെച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ 1 മണിക്കൂറിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന്. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ പോയി കാണാം, അല്ലാണ്ട് നിങ്ങൾ വീഡിയോ ഇരുന്ന് കണ്ട് സമയം കളയണ്ട. നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക ധാരാളം. ഓക്കെ, അറിയാത്ത ചാപ്റ്റർ വീഡിയോ കണ്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു, ഇതും സെലക്ട് ചെയ്യില്ല. പിന്നെ ഇത് രണ്ടും കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് ലൈവ് ഉണ്ടാവും. ടൈം ടേബിളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം, അതിന് ലിങ്കൊക്കെ ഉണ്ടാവും. ഷോർട്ട് നോട്ട്സ് ലൈവ് ഫോർമുലയും ഷോർട്ടായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ലൈവ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഈസ് റെക്കമെൻഡഡ്. നിങ്ങൾ 1 ഷോട്ടൊക്കെ കണ്ടു അല്ലെങ്കിൽ ചാപ്റ്ററിനെ പറ്റിയൊരു ധാരണയുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വരികയാണെങ്കിൽ ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നിങ്ങളൊന്നും അറിയാതെ ഷോർട്ട് നോട്ട്സ് ലൈവിൽ വന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇറ്റ് ഈസ് ബെസ്റ്റ് നിങ്ങൾ ഇതും കൂടി കണ്ടിട്ട് വരികയാണ് നല്ലത്. ഓക്കെ, ഇത് കണ്ടിട്ട് ഇവിടെ വരികയാണെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആവും. ഇനിയിപ്പോൾ പ്രശ്നം സമയമില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് കണ്ടു. അപ്പോൾ നിങ്ങൾ ലൈവൊക്കെ ഉണ്ടായിരുന്നു, ഷോർട്ട് നോട്ട്സ് കിട്ടി, ഷോർട്ട് നോട്ട്സ് ലൈവും കിട്ടി, എക്സ്പ്ലനേഷൻ കിട്ടി. പിന്നെ വർക്ക്ഷീറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് വർക്ക്ഷീറ്റ് ക്വസ്റ്റ്യൻസ്. ഇപ്പം ബേസിക്കലി നിങ്ങളുടെ ഒരു എക്സാം ലെവലിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ലെവലിൽ കുറച്ചുകൂടി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് PDF ആയിട്ട് ക്വസ്റ്റ്യനും അതിന് ആൻസറുണ്ട്, അത് നിങ്ങൾക്ക് എക്സ്ട്രാ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് വർക്ക്ഷീറ്റ് പ്രോബ്ലംസ് ആണ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഷോർട്ട് നോട്ട്സ് ലൈവ് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ചെയ്യാം. ഇത് നിങ്ങൾ സമയം പോലെ അനുസരിച്ച് ചെയ്യുക. അവസാനത്തേക്ക് നിങ്ങൾ സമയം കുറവാണെങ്കിൽ ഇത് ചെയ്യണം നിർബന്ധമില്ല, പക്ഷേ നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടാണ് ചാലഞ്ചർ ക്വസ്റ്റ്യൻ മക്കളെ നിങ്ങൾക്കറിയാം വളരെ ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇത് അവസാനത്തേക്ക് മതി. നിങ്ങൾക്ക് ആ A+ ആൻഡ് ഫുൾ മാർക്ക് ലെവൽ ക്വസ്റ്റ്യൻസിലേക്കാണ് ഇത് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. കുറച്ച് ടഫ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആ സമയം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യനും ഇപ്പോൾ കിട്ടിയതല്ല, അപ്പോൾ സങ്കടമൊന്നും ആവരുത്. പക്ഷേ ചാലഞ്ചർ ക്വസ്റ്റ്യൻ ചാലഞ്ചാണ്. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റും, പക്ഷേ ഇത് അവസാനമാണ് ട്രൈ ചെയ്യേണ്ട. ഈ ഓർഡർ മനസ്സിലാക്കണം. ആദ്യം തന്നെ ചാലഞ്ചർ ക്വസ്റ്റ്യൻ ചെയ്താൽ ആർക്കും കിട്ടൂല. ഓക്കെ, അത് കഴിഞ്ഞു നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ ബാങ്ക്.
ക്വസ്റ്റ്യൻ ബാങ്ക് ഇസ് ഓപ്ഷണൽ. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 to 3 വീക്സിനുള്ളിൽ എന്താണെങ്കിലും കിട്ടും. അപ്പോൾ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ട് ഇനിയും കുറേ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാകും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇപ്പോൾ 2023, 24, 22 പേപ്പർ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം, അതിന് ആൻസർ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ചെയ്തത് ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്റർ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഷോർട്ട് നോട്ട്സ് ആയി. പക്ഷേ ഇതങ്ങനെയല്ല, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് മിക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടും. ഇത് ക്വസ്റ്റ്യൻ ബാങ്ക് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് പേപ്പേഴ്സ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ബുക്കായിട്ട് കിട്ടും. അതും ഓപ്ഷണലാണ്, അവസാനം സമയം കിട്ടുമ്പോൾ മതി. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, മോഡൽ എക്സാം. ഇതെല്ലാവരും ചെയ്തിരിക്കണം, എനിക്ക് വിഷയമില്ല. നിങ്ങൾ ഇതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നത് ഇത് ചെയ്യാത്തവരും, ഇപ്പോൾ സമയം കിട്ടിയില്ല സാർ, ഇതൊന്നും മൊത്തം ചെയ്തിട്ടില്ല, ഞാൻ മോഡൽ എക്സാം എഴുതണം. ഓക്കെ, ഡസൻറ്റ് മാറ്റർ നിങ്ങൾ ഇതിൽ 10 ചെയ്തു 5 ചെയ്തു, മോഡൽ എക്സാം എഴുതണം. കാരണം ഈ വർഷത്തെ എക്സാം ഇസ് ഗോയിങ് ടു ബി വെരി ഡിഫറെൻറ്റ്. ഓക്കെ, വെരി ഡിഫറെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാറ്റേൺ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്, ടഫർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ മോഡൽ എക്സാം നിങ്ങൾക്ക് ടൈം ടേബിളിൽ കിട്ടും. അത് കണ്ടിട്ടേ നിങ്ങൾ എന്താണെങ്കിലും എക്സാം എഴുതാൻ പോകാൻ പാടുള്ളൂ. ഓക്കെ, നിങ്ങളുടെ മോഡൽ എക്സാമിന് മുമ്പ് എക്സാമിൻ്റെ മോഡൽ എക്സാം ഉണ്ടാവും, അത് എഴുതി പഠിച്ച് ആ ക്വസ്റ്റ്യൻ പാറ്റേണൊക്കെ ആയിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ അതിനെ അക്ലിമറ്റൈസ് ചെയ്യണം. നിങ്ങൾ റെഡി ആയിരിക്കണം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ. അതിന് വേണ്ടിയിട്ടാണ് മോഡൽ എക്സാം എഴുതുന്നത്. നിങ്ങൾ പഠിച്ച് കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യണം. മാക്സിമം എല്ലാവരും പഠിച്ച് തീർക്കാൻ നോക്കുക. അതുകൊണ്ടാണ് നിങ്ങളോട് ബാച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്ത് ഇന്ന് തന്നെ ക്ലാസ് കാണാൻ തുടങ്ങുക. പിന്നീട് സമയം കിട്ടൂല, ജാനുവരി ഉണ്ട് ഫെബ്രുവരി ഉണ്ടെന്ന് വിചാരിച്ചിരിക്കരുത്. ടൈം വിൽ ഗോ പട. ഓക്കെ, അപ്പോൾ ഈ ഓർഡറിലാണ് നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ചാപ്റ്ററിന് ഇത് ചെക്ക് ചെയ്യുക, പിന്നെ ലൈവിലേക്ക് വരിക. അത് കഴിഞ്ഞിട്ട് വർക്ക്ഷീറ്റ് ക്വസ്റ്റ്യൻ സമയം ഉണ്ടെങ്കിൽ ചെയ്യുക, ചാലഞ്ചർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി പോകാം. ഇനി സെക്കൻഡ് ചാപ്റ്റർ അങ്ങനെ പോയി വേഗം തീർക്കുക. ആദ്യത്തെ ചാപ്റ്റേഴ്സൊക്കെ പെട്ടെന്ന് തീർക്കാൻ നോക്കുക. കാരണം അവസാനത്തെ ചാപ്റ്റേഴ്സിലേക്കാണെങ്കിൽ സമയം കൂടുതൽ വേണ്ടി വരാം. അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളിപ്പം എല്ലാ ചാപ്റ്റർ കഴിഞ്ഞു എന്ന് വരില്ല, അപ്പോഴത്തേക്ക് മോഡൽ എക്സാം വരും. അങ്ങനെ പറയുമ്പോൾ 80% ചാപ്റ്റർ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ആ സമയം. എന്നാലും നിങ്ങൾ മോഡൽ എക്സാം അറ്റംപ്റ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് വെച്ച് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു ഫോണോ ലാപ്ടോപ്പ് എടുത്ത് വെക്കുക, സൈലൻസ് നിങ്ങൾ മൊത്തം ട്രൈ ഔട്ട് ചെയ്യുക. അങ്ങനെ തന്നെ ചെയ്താൽ മക്കളെ ഞാൻ ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. അപ്പോൾ മാക്സിമം ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക, സ്മാർട്ടായിട്ട്. വാച്ച് സെലക്ട് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ നോക്കി ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ടൈം ടേബിളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ് കിട്ടായിക്കോ അല്ലെങ്കിൽ ലോക്കാവോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട്. നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങളൊരു കോൺടാക്ട് ചെയ്തൊരു സ്റ്റാഫ് ഉണ്ടാവുമല്ലോ, അവരോടൊന്ന് മെസ്സേജ് അയക്കുക, ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, അവർ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മക്കളെ ഓൾ ദി ബെസ്റ്റ്, വെൽക്കം ടു യുവർ ക്രാഷ് കോഴ്സ് ആൻഡ് നിങ്ങളുടെ ഫുൾ മാർക്ക് ആൻഡ് ഫുൾ A+ലേക്കുള്ള ജേർണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്, ഒട്ടും സമയം കളയണ്ട, വേഗം പഠിക്കാൻ തുടങ്ങിക്കോ. ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം മക്കളെ, നമ്മുടെ ക്രാഷ് ബാച്ച് പുതിയത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ക്രാഷ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ, ഇത്രയും കാലം അഡ്മിഷൻ എടുക്കാത്തവരാണെങ്കിൽ വേഗം തന്നെ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് ലൈവൊക്കെ വേഗം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതേപോലെ നിങ്ങൾ ക്ലാസ് കാണാൻ സമയം കിട്ടില്ല, കുറേ ലേറ്റ് ആയാൽ വേഗം തന്നെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴത്തെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇപ്പം തന്നെ വിളിച്ച് അഡ്മിഷൻ എടുത്തോ. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണാൻ നിങ്ങൾക്ക് ഫുൾ ഇൻസ്ട്രക്ഷൻ കിട്ടും. ഓക്കെ.